മുസ്ലിം ലീഗിന്റെ പൊന്നാമ്പരം കോട്ടയായിരുന്ന ഒരു കാലത്ത് മുസ്ലിം ലീഗുകാർക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ നിയോജകമണ്ഡലം. ആ ഗുരുവായൂരിൽ PKK ബാവ, അതേപോലെ തന്നെ അബൂബക്കർ സാഹിബ് അടക്കമുള്ള ഒരുപാട് പേർ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, വൈദ്യുതി മന്ത്രി അടക്കമായിരുന്ന ഒരാളാണ് PKK ബാവ സാഹിബ്. അപ്പോൾ PKK ബാവ സാഹിബ് അടക്കമുള്ള ഒരുപാട് പേര് വിജയിച്ച് വന്ന മുസ്ലിം ലീഗിനെ ആര് നിർത്തിക്കഴിഞ്ഞാലും, മുസ്ലിം ലീഗിന്റെ പേരിൽ ഒരു ചീമക്കൊന്ന നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും വെച്ചിട്ട് ഇതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണയായിട്ട് മുസ്ലിം ലീഗില്ല, ചിത്രത്തിലില്ല. 2006 ഒരു മത്സരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരിൽ നിന്നുള്ള ഒരു വ്യക്തി വരുന്നു, ശ്രീ എച്ച് റഷീദ് വന്നു. പക്ഷേ അവിടെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടക്കുന്നു, ഒരു കൊലപാതകം നടക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റി ചെയർമാൻ മരണപ്പെടുന്നു. അതൊരു രാഷ്ട്രീയ കൊലപാതകമായിട്ട് മാറുന്നു. അത് വലിയ രീതിയിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ മൊത്തം പ്രശ്നങ്ങളുണ്ടാകുന്നു. ഒരുപാട് വീടുകൾ അട്ടിക്കിരയാകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അതിനെ തുടർന്നാണ് മണ്ഡലം കയ്യിൽ നിന്ന് പോയത് എന്നാണ് ഒരു പക്ഷം ആളുകൾ പറയുന്നത്. അതിൽ നിന്ന് പിന്നീട് 3 തവണയായിട്ട് KV അബ്ദുൽ ഖാദർ മത്സരിച്ചു. KV അബ്ദുൽ ഖാദറിൻ്റെ വിജയതേരോട്ടമായിരുന്നു. അതിനുശേഷം മുനിസിപ്പാലിറ്റി ചെയർമാനായിരുന്ന NK അക്ബർ വന്നു. NK അക്ബറും ഇതേപോലെ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ചിലപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ മത്സരിക്കുന്ന ആളുകളെ പിന്നീട് വന്ന് മത്സരിച്ച 3 പേര് ഇവരൊന്നും ചിത്രത്തിൽ കാണുന്നില്ല. ഇവരൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. രണ്ടാമത് വന്ന് മത്സരിച്ചത് ശ്രീ അഷ്റഫ് കൊക്കൂരാണ്. മലപ്പുറം മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അങ്ങനെ എന്തോ ആയിരുന്നു മലപ്പുറത്ത്. ശക്തനായിട്ടുള്ള ഒരു ആളായിരുന്നു അദ്ദേഹം. ഇതോടുകൂടിയിട്ട് ചിത്രത്തിൽ നിന്ന് പോയി. പിന്നീട് വന്നത് PM സാദിഖ് അലിയാണ്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് വന്നു. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ പോലും പൊതുമധ്യത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തെ കഴിഞ്ഞ പ്രാവശ്യം പരിഗണിച്ചില്ല. ഇപ്രാവശ്യം ഇനി പരിഗണിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അടുത്തതായിട്ട് വന്നത് CPIയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ മതേതര മുഖമായി, മുസ്ലിം ലീഗിന്റെ ഒരു മതേതര മുഖമെന്ന് പറയുന്ന ഒരാളാണ് KNA ഖാദർ. എല്ലാവരും പറഞ്ഞ് വിജയിക്കുമെന്ന് ഉറപ്പുള്ള ആള്. ഗുരുവായൂരിലെ ഒരു ബിരിയാണി ചെമ്പൊക്കെ കൊണ്ടുവന്ന് തരംഗമാക്കിയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹവും തോൽവിയോട് കൂടിയിട്ട് വീണ്ടും കടലാസിലൊതുങ്ങുന്ന രീതിയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൽ നിന്നൊരാൾ ഗുരുവായൂർ വന്ന് ഗുരുവായൂരിൻ്റെ ഒതുക്കാൻ വേണ്ടിക്കൊണ്ട്, നേതാക്കന്മാരെ ഒതുക്കാൻ വേണ്ടിക്കൊണ്ടാണോ ഗുരുവായൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ മുസ്ലിം ലീഗ് ഇപ്പോൾ കാണുന്നത്? വലിയൊരു ഇൻട്രൊഡക്ഷനാണ് നസീഫ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നസീഫ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഒരു ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ ഗുരുവായൂർ. ഇന്നും വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷെ മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായിട്ട് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഗുരുവായൂരിലേക്ക് വന്നതോട് കൂടിയിട്ട് പിക്ചർ മാറി. അല്ല, അതിനൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 2006 ഈ പുനർനിർണയം ഉണ്ടല്ലോ, ഈ പുനർനിർണയത്തില് പ്രധാന പങ്ക് വഹിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു ഇവിടുന്ന് മത്സരിച്ച് തോറ്റുപോയ ശ്രീ KNA ഖാദറായിരുന്നു. ഇതിലെന്താ പ്രശ്നം എന്നറിയോ? പ്രശ്നം വെച്ചാല് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായിരുന്നു ഗുരുവായൂർ എന്ന് പറയുമ്പോൾ, ഗുരുവായൂരിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു RP മൊയ്തുട്ടി ഹാജി. ഈ RP മൊയ്തുട്ടി ഹാജിയെ മത്സരിച്ചിട്ട് അദ്ദേഹം തോറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ അദ്ദേഹം തോറ്റൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ PKK ബാവ സാഹിബ് ജയിച്ചു 2001. പക്ഷേ ആ ഘട്ടത്തിൽ PKK ബാവനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. RP മൊയ്തുട്ടി ഹാജി തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന പേരിലാണ് RP മൊയ്തുട്ടി ഹാജിയെ ലീഗിൽ നിന്ന് പുറത്താക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഈ RP മൊയ്തുട്ടി ഹാജി. അന്ന് പുറത്താക്കാൻ കൂട്ടുന്ന ആളാണ് CH റഷീദ് സാഹിബ്. അപ്പോൾ CH റഷീദാണ് 2006 ഇവിടെ ഗുരുവായൂരിൽ മത്സരിക്കാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും RP മൊയ്തുട്ടി ഹാജിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്കും CH റഷീദ് ജയിക്കുവാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. അവർ പരസ്യമായി തന്നെ പറഞ്ഞു, CH റഷീദിനെ ഒരു കാരണവശാലും ഞങ്ങൾ എന്തെങ്കില്ല. അന്ന് ഓർമ്മ വിഭാഗം CPMന്റെ ഒപ്പമായിരുന്നു. അതെ, ഞാൻ പറഞ്ഞു വരുന്നു. ഒരു കാരണവശാലും CH റഷീദിനെ ഇവിടെ വിജയിപ്പിക്കില്ല എന്നുള്ളത് ഒരു പ്രതിജ്ഞയായി എടുത്ത ഒരു ടീമാണ് RP മൊയ്തുട്ടി ഹാജിയുടെ അണികളാണ്. RP മൊയ്തുട്ടി ഹാജി അർബുദബാധിതനായിട്ട് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന ഒരു ഘട്ടമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പക്ഷെ അതിൽ പ്രധാനമായും ഒരു കാര്യം പറയാനുള്ളത്, അന്ന് 2006 CH റഷീദ് സാഹിബ് തോൽക്കുന്നത് കേവലം 12,000 അടുത്ത് വോട്ടിനാണ് തോൽക്കുന്നത്. അന്നത്തെ സാഹചര്യം നോക്കണം. അന്നത്തെ സാഹചര്യം, ചാവക്കാട് നഗരസഭാ ചെയർമാൻ KP വത്സലനെ കൊല്ലപ്പെടുത്തുകയാണ് ചെയ്തത്.
ആ കൊലപാതകത്തിൻ്റെ പിന്നിൽ മുസ്ലിം ലീഗിന് യാതൊരു പങ്കുമില്ല, കോൺഗ്രസിന് യാതൊരു പങ്കുമില്ല, CH റഷീദിന് യാതൊരു പങ്കുമില്ല. പക്ഷെ ആ കൊലപാതകം കൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടിയത് LDFനാണ്. KV അബ്ദുൽ ഖാദർ ചാവക്കാട് ഏരിയ സെക്രട്ടറി ആയിരുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും വലിയ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പക്ഷെ ഈ കൊലപാതകത്തിൻ്റെ ബെനിഫിറ്റ്, ഈ കൊലപാതകം എന്ത് ചെയ്തു? പിണറായി വിജയൻ ഗുരുവായൂരിൽ വന്നു. EP ജയരാജനായിരുന്നു അന്നത്തെ പാർട്ടിയുടെ ജില്ലാ ചുമതല ഉണ്ടായിരുന്നത്. അവരതിനെ പൊളിറ്റിക്കലായിട്ട് പരമാവധി ഉപയോഗപ്പെടുത്തി. ആ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും UDFന് പ്രചാരണ രംഗത്ത് പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകൾ, കടപ്പുറം ഒഴികെയുള്ള മറ്റുള്ള സ്ഥലങ്ങളിലെ ഓഫീസുകളൊക്കെ തല്ലി തകർത്തു. പ്രവർത്തിക്കാൻ അവസരം ഉണ്ടായിട്ട് ഒരു അവസരം ലഭിക്കാതെ ഭയചകിതരായിട്ട് നിൽക്കുകയായിരുന്നു മുസ്ലിം ലീഗ്. എനിക്ക് ഓർമ്മയുണ്ട്, ആ സാഹചര്യത്തിലും ഞാൻ പറയണമെന്നറിയോ, 12,000 വോട്ടാണ് CH റഷീദ് തോറ്റത്. അതായത് ഇത്രയും ഒരു കലാപാന്തരീക്ഷം ഉണ്ടാകുന്ന ഒരു വിഭാഗം CH റഷീദിനെ എതിർക്കുന്നു, എന്നിട്ട് പോലും വലിയൊരു ഭൂരിപക്ഷമല്ല കിട്ടിയത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ചിലപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറും. എനിക്കതിൽ പേടിയൊന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ആരാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തത്? KP വത്സലൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ KP വത്സലനെ കൊലപാതകത്തിന് പിന്നിൽ CH റഷീദാണെന്നാണ് CPMന്റെ നേതാക്കന്മാരെന്ന് ആരോപിച്ചിരുന്നത്. ഏഷ്യനെറ്റ് ന്യൂസിൽ അന്നത്തെ ചർച്ചയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കൊലപാതകം നടക്കുന്ന സമയം അടക്കം ഞാൻ ആ സമയത്ത് അതിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അന്ന് എനിക്ക് 20 വയസ്സുള്ളൂ, 2006. പക്ഷെ നമുക്കെന്താണ് ചില ഓർമ്മകളുണ്ട്. അന്ന് ഈ കൊലപാതകം നടന്ന നെക്സ്റ്റ് സെക്കൻഡ് മുതൽ ഇതിന്റെ പിന്നിൽ CH റഷീദാണെന്ന രീതിയിലാക്കാണ് പ്രചാരണം നടത്തിയത്. പക്ഷേ അതിന്റെ ഗുണഭോക്താക്കൾ, അതായത് ആ കൊലപാതകം കൊണ്ട് നേട്ടം ലഭിച്ചത് ആർക്കായിരുന്നു? LDFനായിരുന്നു. അപ്പോൾ ആ കൊലപാതകത്തിന്റെ പിന്നിൽ, കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത സുലൈമാൻകുട്ടി, അദ്ദേഹം കൊല്ലപ്പെട്ടു. ഒരു ഫൈസൽ, അദ്ദേഹം മരണപ്പെട്ടു. മറ്റു ചില പ്രതികൾ അതിൽ പ്രതികളാകപ്പെട്ടുകയും ചെയ്തു. ഫൈസൽ മരണപ്പെട്ടു, അദ്ദേഹം മരണപ്പെട്ടു, ഫൈസലും മരണപ്പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ സുലൈമാൻകുട്ടിയെ CPM കൊല്ലുകയാണ് ചെയ്തത്. അതായത് എന്താ പറയുക, കൊലപാതകത്തിന് ശേഷം ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ സുലൈമാൻകുട്ടിയെ CPM എന്ത് ചെയ്തു? കൊട്ടേഷൻ സംഘം വന്നിട്ട് കൊല്ലുകയാണ് ചെയ്തത്. അപ്പം അതൊരു ഇതോടുകൂടിയിട്ട് പ്രധാന പ്രതികൾ മരണപ്പെട്ടതോടുകൂടി ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ കൊലപാതകം നടത്തിയതെന്നുള്ള ചോദ്യമുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത്? മുസ്ലിം ലീഗിന് വേണ്ടിയാണോ? മുസ്ലിം ലീഗിന് ഒരു ബുദ്ധിയുള്ള ആരെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുന്ന സമയത്ത് ഒരു നഗരസഭാ ചെയർമാനെ കൊല്ലാൻ തയ്യാറാവോ? അപ്പൊ അന്ന് ഇതിന്റെ ബെനിഫിറ്റ് ആർക്ക് കിട്ടി? അല്ല, അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ശ്രീ CH റഷീദിന് ഒപ്പമായിരുന്നു. CH റഷീദ് ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം വന്നത്. അതെ. പിന്നീട് അതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകത്തിന് ശേഷം ഒരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും നേതാക്കന്മാരടക്കം പേടിച്ചു ഒളിച്ച്, ഒരു UDFന്റെ നേതാക്കന്മാര് പോലും പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതെ, ഇതടക്കം പതറിപ്പോയി. കാരണം അദ്ദേഹത്തിന്, ഞാൻ ആ ഘട്ടം എനിക്ക് ഓർമ്മയുണ്ട്. ആ ഘട്ടത്തിൽ അദ്ദേഹം പതറിപ്പോയി. അദ്ദേഹത്തിന് ഏഷ്യാനെറ്റ് ന്യൂസിലെ ന്യൂസ് അവറിൽ വേണു അല്ലെങ്കിൽ വിനു ഇവരാണ് ചർച്ചയ്ക്ക് വിളിക്കണത്. അദ്ദേഹം കാരണം ഇത് KP വത്സലൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടിയാണ് യഥാർത്ഥത്തിൽ, രാഷ്ട്രീയമായ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. കാരണം ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഇദ്ദേഹത്തെ കൊല ചെയ്തതുകൊണ്ട് ഇതിന് പിന്നിൽ അതാണ് ഞാൻ പറഞ്ഞ, കൊലപാതകം കഴിഞ്ഞ നെക്സ്റ്റ് സമയം മുതൽ തന്നെ ഇതിന്റെ ആരോപണം സ്ഥാനാർത്ഥിയായ CH റഷീദിലേക്ക് കൊണ്ടുപോകും. CH റഷീദിന് ഇത് യാതൊരു പങ്കുമില്ല. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ ചോദ്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഈ ചോദ്യം ചോദിക്കേണ്ട ആളുകൾ ചോദിക്കുന്നില്ല. ചോദിച്ചിട്ട് കാര്യമല്ല. ഈ പറഞ്ഞ CH റഷീദ് ചോദിക്കാൻ തയ്യാറല്ല, മുസ്ലിം ലീഗിൽ ചോദിക്കാൻ തയ്യാറല്ല, കോൺഗ്രസ്സിൽ ചോദിക്കാൻ തയ്യാറല്ല. പിന്നെ രാഷ്ട്രീയമാണ് ഒക്കെ മാറി എന്നുള്ളത്. അപ്പോൾ 2006 പരാജയം അങ്ങനെയാണ്. 2006 ശേഷം ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഈ CH റഷീദാണ് ഗുരുവായൂരിൽ നിന്നുള്ള ടോപ്പ് നേതാവ് നിലവിൽ മുസ്ലിം ലീഗിന്റെ. അത് നിങ്ങൾ ആരുടെ പേരെടുത്ത് നോക്കിയാലും RP മൊയ്തുട്ടി ഹാജിക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവായിട്ട് വന്നിട്ടുള്ള CH റഷീദാണ്. അപ്പൊ CH റഷീദിനെ അവിടെ പ്രത്യേകിച്ച് എടുത്ത് നോക്കിയാൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ വരുന്നുണ്ടല്ലോ. ആരാണ് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സ്ഥാനാർത്ഥികൾ വരുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ ഒരു പേരെടുത്ത് പറയുന്നത് പോലെയല്ല എങ്കിൽ പോലും ഈ ഓർമ്മയുടെ വിഭാഗത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഇപ്പോഴത്തെ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ഞാൻ പറഞ്ഞ RP ബഷീർ സാഹിബ്. അദ്ദേഹം അന്ന് പിക്ചറിലില്ല. അദ്ദേഹമൊക്കെ RP മൊയ്തുട്ടി ഹാജിയുടെ മകൻ എന്ന രീതിയിൽ ആ ഒരു
ആ ആനുകൂല്യത്തോടുകൂടി വളർന്നു വന്നതാണ്. സി എച്ച് റഷീദ് അങ്ങനെയല്ല. സി എച്ച് റഷീദ് സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. പക്ഷേ 2006 അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് ശേഷം 2011 അദ്ദേഹത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കേണ്ടിയിരുന്നു എൻ്റെ ഒരു നിരീക്ഷണത്തിൽ. കാരണം 2006 അദ്ദേഹം പരാജയപ്പെട്ടതിന് കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളൊക്കെ മാറി 2011 രണ്ടാമതും മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പാർട്ടി ചെയ്ത് എന്താണ്, അഷറഫ് കൊക്കൂറിനെ കൊടുത്തു നിർത്തി. ഈ അഷറഫ് കൊക്കൂറിനെ കൊടുത്തു നിർത്തിയപ്പോൾ അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. മലപ്പുറം ജില്ലയിൽ സീറ്റ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ കൊടുന്ന് തള്ളുകയാണ്. നേരത്തെ നസീഫ് പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പൂച്ചനെ തള്ളണ പോലെ ഗുരുവായൂർ കൊടുത്തില്ല. പക്ഷേ അഷറഫ് കൊക്കൂറിനെതിരെ ഗോ ബാക്ക് വിളിച്ചു എന്നുള്ളതൊരു അതാണ് തോൽക്കാനുള്ള സാധ്യത കാരണം. അത് സി എച്ച് റഷീദിന്റെ അനുകൂലികളൊക്കെ വിളിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പലരും അത് എന്താ ചാവക്കാട് ലീഗ് ഹൗസിന്റെ മുന്നിൽ വെച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് പക്വതയില്ലാത്ത എന്താ പറയാ അത്. പക്ഷേ ഈ ചരിത്രത്തിൽ 2006 ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിന് തോറ്റ സ്ഥാനാർത്ഥി ഇതിൽ ഞാനൊരു കാര്യം അഷറഫ് കൊക്കൂരാണ്. ഈ അഷറഫ് കൊക്കൂർ നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലവുമായി ബന്ധമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗുരുവായൂർ മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ തീരദേശമുണ്ട്, കിഴക്കൻ പ്രദേശമുണ്ട്. ഈ കിഴക്കൻ പ്രദേശം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സാമ്പത്തികമായി ഉള്ള ആളുകളാണ്, ഉന്നതിയുള്ള ആളുകൾ. അവിടെയൊക്കെ സ്വാധീനം അഷറഫ് കൊക്കൂറിനുണ്ട്. പക്ഷെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമായിരുന്നില്ല, മുസ്ലിം ലീഗിന് അനുകൂലമായിരുന്നില്ല. 2006 അഷറഫ് കൊക്കൂർ മത്സരിക്കുമ്പോൾ പറഞ്ഞാൽ എന്താ അറിയാം, ജയിച്ചാലും തോറ്റാലും ഞാനിവിടെ ഉണ്ടാവും. എന്നാൽ 2006 2016 മാറുമ്പോൾ അഷറഫ് കൊക്കൂർ ചിത്രത്തിലില്ല. അഷറഫ് കൊക്കൂറിനെ മത്സരിപ്പിച്ചില്ല. പകരം ആരേതു സാദിഖ് അലിനെ കൊണ്ടു നിർത്തി. പി എം സാദിഖ് അലിക്ക് എഴുതാനൊക്കെ പറ്റും. ഞാൻ ആ രീതിയിൽ തന്നെ വരും. അദ്ദേഹത്തിന് സാധാരണ ജനങ്ങൾക്കിടയിൽ യാതൊരു ബന്ധമില്ല. ഒരു ബുദ്ധിജീവി ചമഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുത്ത് തൂലിക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാന്നല്ലാതെ അടിസ്ഥാനപരമായ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോലും അദ്ദേഹത്തിന് യാതൊരു ബന്ധമില്ല. കയ്പമംഗലത്തൊന്നും അദ്ദേഹത്തിന് താഴെത്തട്ടിൽ നാട്ടികയിലും കയ്പമംഗലം അതായത് ആ പ്രദേശമൊന്നും അദ്ദേഹത്തിന് എന്തില്ല, താഴെത്തട്ടിൽ യാതൊരു ബന്ധമില്ല. അപ്പോ സാദിഖ് അലി ഇവിടെ ഓടി കൂട്ടയോട്ടൊക്കെ നടത്തി. വലിയ യൂത്ത് ലീഗേരെ വെച്ച് കൂട്ടയോട്ടൊക്കെ നടത്തി. സാദിഖ് അലി പറഞ്ഞ് തോറ്റാല് ഞാനവിടെ ഉണ്ടാവും. സാദിഖ് അലി 2016 തോറ്റപ്പോ എന്തായത് അദ്ദേഹത്തിന് പിന്നെ ഈ മണ്ഡലത്തിന്റെ ഒരു വിഷയത്തിൽ പോലും തോറ്റ MLA എന്ന രീതിയിൽ പോലും അദ്ദേഹം വന്നില്ല. 2021 വന്നപ്പോൾ ഉണ്ടായ മാറ്റതാണ് കെ എൻ എ ഖാദർ വേങ്ങരയിലാണ് മത്സരിച്ചിരുന്നത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ എന്ത് ചെയ്തു, പാർലമെന്റിൽ നിന്നൊക്കെ പോന്ന് ഇനി കേരളം എന്തെങ്കിലും ചുമതല അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് എന്ത് ചെയ്യണം, ആ സീറ്റ് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു, കെ എൻ എ ഖാദറിന് എന്താ പറയുക, ഒരു സീറ്റ് കൊടുക്കണമല്ലോ. മലപ്പുറത്ത് സീറ്റില്ല, എവിടെ കൊടുക്കും? അപ്പോൾ പകരം എവിടെ നിന്ന് കൊടുന്ന് തട്ടി, ഗുരുവായൂർ കൊടുന്ന് തട്ടി. ഗുരുവായൂർ വന്ന് കെ എൻ എ ഖാദറാണെങ്കിൽ ഭയങ്കര അഭിനയമായി. ഈ അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്ക് അതായത് വലിയ അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തനാണ്. കോപ്പൺ കെ എൻ എ ഖാദർ ഒരു മുസ്ലിം ഒരു മുസ്ലിമിന് ഒരിക്കലും അള്ളാഹു അല്ലാതൊരു ഇലാഹില്ല. പിന്നെ ഈ കപടന്മാര് വന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിന്റെ അതിലേറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് വളരെ വിഷമമുണ്ട് അത് പറയാൻ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് കെ എൻ എ ഖാദർ വന്നിട്ട് ഇറങ്ങി അർബൻ ബാങ്കിലാണ് വന്നിട്ട് സ്വീകരണം കൊടുത്തത്. അർബൻ ബാങ്കിൽ വന്ന് സ്വീകരണം കൊടുത്ത ഉടനെ തന്നെ മുസ്ലിം ലീഗിന്റെ സാധാരണ ഇറങ്ങിയിട്ടുള്ള എല്ലാവരും സാധാരണ പോകുന്ന സ്ഥലം ബുഹാറയിലേക്കാണ്. ബുഹാറ തങ്ങന്മാർ അവിടെയാണല്ലോ മുസ്ലിം ലീഗിന്റെ തുടക്കം എന്നുള്ള രീതിയിൽ. നേരെ മറിച്ച് അവിടുത്തെ തങ്ങന്മാര് അതനുസരിച്ച് ലീഡർഷിപ്പിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ബുഹാറക്ക് ഒരു പാരമ്പര്യം. അതെ, നേരെ മറിച്ച് അവിടെ പോകുന്നതിന് പകരം അദ്ദേഹം നേരെ പോയത് ശ്രീകൃഷ്ണനെ കാണാനാണ്, കണ്ണനെ കാണാനാണ്. കണ്ണനെ കൊണ്ടിട്ട് അവിൽ പൊതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കണ്ണനാവിൽ പറഞ്ഞിട്ട്. ഒന്നാമത് ഗുരുവായൂര് അമ്പലം എന്ന് പറഞ്ഞാല് ഹിന്ദുമത വിശ്വാസികളുടെ കേന്ദ്രമാണ്. അവിടെ പോയിട്ട് അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റും കൂടി ഇല്ലാരെ ഇതര മതസ്ഥരെ ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറ്റും കൂടി ഇല്ല. അപ്പൊ ഒന്നുകിൽ അവിടെ സത്യസാക്ഷ്യം കൊടുക്കണം, ഞാൻ ഇത് ദൈവമാണെന്ന് അംഗീകരിച്ചിട്ട് കയറ്റണം. അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ ഒരു ഷോ കാണിച്ചിട്ടാണ് ആര് വന്നത്, കെ എൻ എ ഖാദർ വന്നത്. കെ എൻ എ ഖാദർ അന്നത്തെ ഘട്ടത്തില് വലിയ സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം BJP സ്ഥാനാർത്ഥി നിവേദിതയുടെ പത്രിക തള്ളി. അല്ല അതുപോലും പോസിറ്റീവായിട്ടാണ് കണ്ടത് എല്ലാവരും, തള്ളി. പക്ഷെ കെ എൻ എ ഖാദറിന് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, എനിക്ക് തോന്നുന്നത് കെ എൻ എ ഖാദർ മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ഒരു വെല്ലുവിളി നടത്തിയിട്ടാണ് ഇവിടെ വന്നതുകൊണ്ട്. വേങ്ങരയിൽ അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെട്ടപ്പോ എനിക്കൊരു നല്ല ഷുവർ സീറ്റ് കിട്ടണമെന്ന് കെ എൻ എ ഖാദർ ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രധാന ചുമതല കുഞ്ഞാലിക്കുട്ടിയോട് വെല്ലുവിളി നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും വേങ്ങരയിലാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മത്സരിക്കാവുന്ന രീതിയിലേക്കൊക്കെ ഇദ്ദേഹം ശ്രമം നടത്തി. കാരണം ഇദ്ദേഹം ബേസിക് മുസ്ലിം ലീഗുകാരനല്ല.
ഇദ്ദേഹം CPIയുടെ ഒരു ഇദ്ദേഹത്തിന് ഇപ്പോഴും ഇപ്പൊ നസീഫ് സംസാരത്തിൽ മുസ്ലിം ലീഗിന്റെ മതേതരം മുഖം. എന്താണ് മതേതരം? മുസ്ലിം ലീഗിൽ എല്ലാവരും മതേതരാണ്. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മതപരമായ അനുഷ്ഠാനങ്ങളിൽ വലിയ താല്പര്യം കാണിക്കാത്തവനാണോ മതേതരവാദി? അങ്ങനല്ല. സ്വന്തം അങ്ങനത്തെ ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതല്ല മതേതരം. മതേതരം എന്ന് പറഞ്ഞാൽ സ്വന്തം മതത്തിൽ ഉറച്ചു നിൽക്കുക, മറ്റു മതങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗിലെ ഏറ്റവും വലിയ മതേതരവാദി അങ്ങനെയാണെങ്കിൽ പണക്കടതങ്ങന്മാരല്ലേ, ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനല്ലേ. അവരൊക്കെ അവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്ന അഭിനയത്തിനൊന്നും അവർ പോകാറില്ല. പറഞ്ഞ പോലെ KN ഖാദർ ഗുരുവായൂർ പൊട്ടി, സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും ഗുരുവായൂരിൽ അദ്ദേഹം പൊട്ടിയതിനു ശേഷം രാഷ്ട്രീയ ചരിത്രത്തിൽ അതേ ചിത്രത്തിൽ ആരില്ല, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ആരെ കാണാനില്ല, കാണാത്ത ഒരവസ്ഥയിലേക്ക്. ഇനിയിപ്പോ ഇനി നമ്മള് ഗുരുവായൂർ എന്ന് പറയുന്നത് എന്താ പറയാ, വീണ്ടും ഇലക്ഷൻ വരാൻ പോവാണ് ഈ വർഷം 2026, 2021 ശേഷം 2026 ഇലക്ഷൻ വരാൻ പോവാണ്. ഇവിടെ വീണ്ടും മുസ്ലിം ലീഗ് മത്സരിച്ചാൽ തോൽക്കും. അഡ്വക്കേറ്റ് ജയശങ്കർ പറയണ പോലെ ഞാൻ പറയണത് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ തോൽക്കും. ഏത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നെങ്കിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കണം. ശ്രീ CH റഷീദ് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ എന്താണ് താങ്കൾക്ക് CH റഷീദ് വീണ്ടും മത്സരിക്കുന്ന CH റഷീദ് സ്വഭാവം നന്നാക്കണം. ഇതൊക്കെ CH റഷീദ് കാണുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ അനുയായികൾ നമ്മൾ ഇത്ര വീഡിയോസ് ഒക്കെ കാണുമെന്ന് അറിയാം. കുറച്ച് എന്താ പറയാ, പബ്ലിക് റിലേഷൻ വർദ്ധിപ്പിക്കണം. അഞ്ചങ്ങാടി മാത്രം ഒതുങ്ങി അവിടെ തന്നെ പ്രശ്നങ്ങളാണ്, അവിടെ തന്നെ ലീഗിൽ പ്രശ്നങ്ങളാണ്. അതൊക്കെ ഒതുക്കിയിട്ട് എന്ത് ചെയ്യണം, മണ്ഡലത്തിലൊക്കെ ഒന്ന് മുൻകൂട്ടി 6 മാസം മുമ്പെങ്കിലും അദ്ദേഹം ഫീൽഡിലേക്ക് ഇറങ്ങണം. എല്ലാ പഞ്ചായത്തിലൊക്കെ അതിന് പാർട്ടി സമ്മതിക്കണ്ടേ? അത് നേതൃത്വത്തിൽ നിന്നൊരു സമ്മതം വാങ്ങണം. ഇനി അതല്ല, ഇവിടെ പുറത്തുനിന്ന് ആളിറക്കിയ എന്തായാലും പൊട്ടും. പുറത്തുനിന്ന് ആളിറക്കിയ എന്തായാലും PK പാവയുടെ പോലത്തെ ആൾക്കാരെങ്ങനെ ജയിച്ചെന്ന് വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ മണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കണം. മണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരാളെ മത്സരിപ്പിക്കണം. CH റഷീദിന് മത്സരിക്കാം. പിന്നെ നേരത്തെ എന്താ പറയുക, നസീഫ് പറഞ്ഞ RP ബഷീറിനെ മത്സരിപ്പിക്കാം. ഇവർക്കൊക്കെ അനുകൂല സാഹചര്യം. RP ബഷീർ ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിച്ചിട്ട് 8,000-ന്റെ 9,000-ന്റെ വോട്ടിന് ജയിച്ച ആളാണ് ഈ RP ബഷീർ. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗുരുവായൂർ മത്സരിപ്പിക്കാം. അപ്പോൾ സാഹചര്യത്തിൽ എന്ത് ചെയ്യും, ഒരു വിജയ സാധ്യത ഉണ്ട്. ഇനി അതല്ലെങ്കിൽ ഒരു യുവമുഖം, ഒരു ആർക്കും എതിർപ്പില്ലാത്ത ഒരു എന്ത് ചെയ്യണം, ഒരു ചെറുപ്പക്കാരനെ കൊടുത്ത് മത്സരിപ്പിക്കണം. ഇന്ന് ജനറേഷൻ മാറിയില്ല, പുതിയ തലമുറയുമായി യൂത്ത് ലീഗിന്റെ ആളുകളെ യൂത്ത് ലീഗിന്റെ ആളെന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് കൊണ്ടുവരാം. ഫാത്തിമ തലിയാനെ വേണം കൊണ്ടുവരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ ഓൺലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി പബ്ലിക് റിലേഷൻസ് ഉള്ള ആളുകൾക്ക് വെറുപ്പ് വരരുത്. ഗുരുവായൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ ഉള്ള ആരെങ്കിലും ഉണ്ടോ ചെറുപ്പക്കാർ? ആർക്കും ദേഷ്യമില്ലാത്തവർ അവരെ മത്സരിപ്പിച്ചോ. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്താൽ മാത്രം. PK ഫിറോസ് വന്ന് മത്സരിക്കുകയാണെങ്കിൽ തോൽക്കും. അതല്ലാത്ത ഞാൻ പറയാൻ ഉദ്ദേശിച്ചറിയാം, കുറച്ചും കൂടി ആളുകൾക്ക് ദേഷ്യം വരാത്ത രീതിയിലുള്ള ഒരാളെയാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, മത്സരിപ്പിക്കേണ്ടത്. ആളുകൾക്ക് പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഇടയിൽ, UDF-ന്റെ ഇടയിൽ പ്രശ്നങ്ങളില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവർക്കും യോജിപ്പുള്ള, മുസ്ലിം ലീഗുകാർക്കിടയിൽ യോജിപ്പുള്ള, പൊതുജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ഒരാളെ മത്സരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഗുരുവായൂർ തിരിച്ചു പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ സീറ്റ് എന്ത് ചെയ്യണം, കോൺഗ്രസിന് തിരിച്ചു കൊടുക്കും. എന്നിട്ട് TN പ്രതാപനെ മത്സരിപ്പിച്ചോ. TN പ്രതാപന് പുഷ്പം പോലെ ചെയ്യും. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ എല്ലാ തരികടകളും അറിയാം, ആൾക്കാരെ കൂടെ നിർത്തുന്ന കാര്യം അറിയാം, എല്ലാവരെയും സ്നേഹിതാക്കാൻ അറിയാം. CA റഷീദ് പോലുള്ള ആളുകളൊക്കെ മത്സരിച്ച അദ്ദേഹത്തിന്, CA റഷീദ് നല്ല നേതാവാണ്. മുസ്ലിം ലീഗിന്റെ CHS സെന്റർ പോലത്തെ പ്രവർത്തനം നാട്ടിക. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗുരുവായൂർ മത്സരിക്കാം. കാരണം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കുമ്പോൾ പക്ഷേ സമയം കൊടുക്കണം. ഒരു 6 മാസമെങ്കിലും ഇവർക്ക് എന്ത് ചെയ്യണം, മുൻകൂട്ടിയിട്ട് സമയം കൊടുത്ത് ആദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർക്കിടയിൽ എന്ത് ചെയ്യണം, ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റണം. 2 ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പബ്ലിക് അവസരം കൊടുക്കണം. അല്ലാതെ CH റഷീദിനെ മത്സരിപ്പിക്കില്ല, CA റഷീദിനെ മത്സരിപ്പിക്കില്ല, RP ബഷീറിനെ മത്സരിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുട്ട് കാട്ടി, അസൂയ കാട്ടി, പാര വെച്ചിരിങ്ങിയാൽ ഏതെങ്കിലും പുറത്തുനിന്ന് ഒരാൾ വന്നു നോക്കും. ആ പുറത്തുനിന്ന് ഒരാൾ ഇവരൊക്കെ കൂടിയിരുന്നെങ്കിൽ തോൽപ്പിക്കും ചെയ്യും. അപ്പൊ മുസ്ലിം ലീഗിന് സാധ്യതയുണ്ട് ഇവിടെയുള്ള ആളുകൾ മത്സരിക്കുകയാണെങ്കിൽ എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ K മുരളീധരൻ ആകെ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലമാണത് തൃശ്ശൂർ ജില്ല. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ ഭൂരിപക്ഷം വരാറുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്തുകൊണ്ട് വരാറുണ്ട്? എനിക്ക് തോന്നുന്നു, അല്ല, ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പലതും കുറെ കാലങ്ങളായിക്കൊണ്ട് നിയമസഭാ ഇലക്ഷൻ ലീഗിലേക്ക് വരുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം വെച്ചാൽ കൃത്യമായിട്ട് 2006 ചിലപ്പോൾ വന്നിട്ടുണ്ടാകാം. 2006, 2011 തൊട്ടിട്ടുള്ള ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാവാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലം ക്രമീകരണം നടത്തിയപ്പോൾ എങ്ങണ്ടിയൊരു കയറി വന്നത് അത് വലിയ രീതിയിൽ ഒരു വലിയ അബദ്ധമാണ് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നു. അതോടുകൂടി തന്നെ ഒരുപാട് ബാക്ക് ഫുട്ടിലായിക്കൊണ്ട് ഇരിക്കുന്ന സമയം കൂടിയാണ്. പക്ഷേ
അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ഡലത്തെ കൃത്യമായിട്ട് അറിയുന്ന, മണ്ഡലത്തെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആൾ വരണം. ആ മണ്ഡലത്തെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുസ്ലിം ലീഗിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ സി എച്ച് റഷീദോ അല്ലെങ്കിൽ ആർ പി ബഷീറോ ആയിരിക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആരായാലും ഇവർക്ക് സമയം കൊടുക്കണം. സമയം കൊടുക്കണം. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ പറയുക, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ്, ലോക്സഭാ ഇലക്ഷനിൽ ഗുരുവായൂർ എന്തുകൊണ്ട് ഭൂരിപക്ഷം കിട്ടണം? ആ സ്ഥാനാർത്ഥിയോട് ഒരു പ്രത്യേക ദേഷ്യം പൊതുജനങ്ങൾക്ക് ആ സമയത്ത് വരുന്നില്ല. അതേപോലെ പബ്ലിക്കിന് വെറുപ്പില്ലാത്ത ആളുകൾ, വെറുപ്പില്ലാത്ത പറഞ്ഞാൽ പബ്ലിക് എന്ന് പറയുമ്പോൾ ലീഗുകാര് മാത്രമല്ല, UDF LDF വിരുദ്ധ വോട്ടുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുരുവായൂർ വിജയിച്ചെടുക്കാൻ പറ്റും. അത് ലീഗാണെങ്കിൽ ലീഗ് ചെയ്യണമെന്ന് വെച്ചാൽ CH റഷീദ്, ഇപ്പോൾ നസീഫ് പറഞ്ഞ CH റഷീദ് നല്ല സ്ഥാനാർത്ഥിയാണ്, ആർ പി ബഷീറൊക്കെ ആരാവട്ടെ, ഇനിയിപ്പം പുറത്തുനിന്ന് ആളെ ഇറക്കണമെങ്കിൽ പോലും ഒരു 6 മാസം അവർക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടും. അല്ലെങ്കിൽ ഈ സീറ്റ് ആർക്ക് കൊടുത്തോ? നിങ്ങൾ UDFന് കോൺഗ്രസിന് കൊടുത്തോ? 4 വട്ടം ലീഗ് പൊട്ടിയല്ലോ, ഒരു വട്ടം കോൺഗ്രസ് പൊട്ടട്ടെ. അല്ല, ഇതൊരു പെയിൻ സീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ വേസ്റ്റുകളെ കൊണ്ടേ തട്ടുന്ന സീറ്റ് ആയിട്ടോ മാറ്റരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന. KV അബ്ദുൽ ഖാദർ MLA 3 വർഷം ഒരു MLA നിലയിൽ പരാജയമായിരുന്നു, ഒരു പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അക്ബർ അങ്ങനല്ല. അതെ, അക്ബറിനെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസാണ്. അക്ബറിനെ പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും. അക്ബറിന്റെ പ്രത്യേകത എന്താ പറയുക, എനിക്ക് അക്ബർ MLA എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല, ഞാൻ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം എന്താ ചോദിച്ചു, അദ്ദേഹത്തിന്റെ അടുത്തൊരു ഒരാൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അഭിനയമൊന്നുമില്ല, ശൈലിയാണ് നടക്കുന്നത് എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിക്കുള്ളൂ അദ്ദേഹത്തിന്റെ. അപ്പൊ ആ രീതിയിൽ അബ്ദുൽ ഖാദർ അങ്ങനെയല്ല. അബ്ദുൽ ഖാദറിനെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ 3 വട്ടം ഉണ്ടായിട്ട് പോലും ഭരണം പിണറായി വിജയൻ സർക്കാർ, 1ാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ചൊന്നും ഇവിടെ കൊണ്ടുവരാനൊന്നും ആർക്കും സാധിച്ചിട്ടില്ല. പല ഒരു ഗവൺമെന്റ് കോളേജ് പോലും ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ. പക്ഷേ ശ്രീ എനിക്ക് അക്ബർ അതിനുള്ള ശ്രമം നടത്തി. അക്ബർ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയുന്ന ജനങ്ങൾ അക്ബറിന് ഒരു അവസരം കൂടി കൊടുക്കും. അവസരം കൊടുക്കുമ്പോൾ അത് ശക്തനായ സ്ഥാനാർത്ഥിയെ ഓപ്പോസിറ്റ് നിർത്തിയാൽ മാത്രമാണ് UDFന് എന്തെങ്കിലും പ്രതീക്ഷ ഗുരുവായൂരുള്ളത്. നമ്മൾ എല്ലാ മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ തുടക്കമായിട്ട് നമ്മുടെ മണ്ഡലമായ ഗുരുവായൂർ തുടങ്ങിയെന്നുള്ളൂ, അല്ലേ? ഇനിയും മറ്റു മണ്ഡലങ്ങളെ കുറിച്ച് പറയാവുന്നതാണ്.